Good morning, all of you. എല്ലാവർക്കും ഇന്നത്തെ അക്കൗണ്ടിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൻ്റെ ക്ലാസ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങിൽ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് നമുക്ക് +2 അക്കൗണ്ടിങ്ങിൽ 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് എ, പാർട്ട് ബി എന്നിങ്ങനെ 2 ഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പാർട്ട് എ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. പാർട്ട് ബി എന്ന് പറയുന്നത് അത് ഓപ്ഷണലാണ്. അത് 3 ഓപ്ഷൻ നമുക്കുണ്ട്. നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, പാർട്ട് സി ആണ്. ഓക്കെ, പാർട്ട് എ, ബി, സി ആണ്. അതിൽ ഒരു വിദ്യാർത്ഥി നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. പിന്നെ ഓപ്ഷൻ സിയും ബിയും ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെങ്കിൽ AFS ആണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്, AFS അക്കൗണ്ടിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പാർട്ട് എയും പാർട്ട് സിയുമാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പാർട്ട് എ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. പാർട്ട് ബി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. പാർട്ട് സി എന്ന് പറയുന്നതാണ് AFS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് പാർട്ട് എയും അതുപോലെ പാർട്ട് സിയുമാണ് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങിന് നമുക്ക് പ്രധാനമായിട്ടും 5 ചാപ്റ്ററുകളാണ് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മുടെ അക്കൗണ്ടിങ്ങിന് ആകെ 5 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് അക്കൗണ്ടിങ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു ലാഭേതര സംഘടനയുടെ അക്കൗണ്ടിങ് രീതികൾ ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ആണ്. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടായിരിക്കും പങ്കാളിത്ത സ്ഥാപനങ്ങളെ കുറിച്ച് അല്ലേ? അപ്പോൾ ഈ പങ്കാളിത്ത സ്ഥാപനങ്ങളെ കുറിച്ചും അവരുടെ അക്കൗണ്ട് രീതികളെ കുറിച്ചാണ് ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ദെൻ മൂന്നാമത് ചാപ്റ്റർ എന്ന് പറയുന്നത് അഡ്മിഷൻ ആണ്. അതായത് പങ്കാളിത്ത സ്ഥാപനത്തിലേക്ക് പുതിയ ഒരു പങ്കാളിയെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച്. പിന്നെ നാലാമത്തെ ചാപ്റ്റർ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ആണ്. അതായത് പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്ന് ഒരു പങ്കാളി വിരമിച്ചു പോവുകയോ മരിച്ചു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. അതായത് ആ പങ്കാളിത്ത സ്ഥാപനം എന്ത് ചെയ്യാണ്, അടച്ചുപൂട്ടുകയാണ്. ഇങ്ങനെ 5 ചാപ്റ്ററോടുകൂടിയാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ചാപ്റ്ററുകൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 5 ചാപ്റ്ററുകളാണുള്ളത്. എന്തൊക്കെയാണെന്ന് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, പാർട്ട്ണർഷിപ്പ്, അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ആൻഡ് ഫോർത്ത് ലാസ്റ്റ് എന്തായിരുന്നു, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഈ 5 ചാപ്റ്ററുകളാണ് നമുക്ക് അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ളത്. ഇനി അതിൽ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്, അക്കൗണ്ടിങ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അല്ലേ? ലാഭേതര സംഘടനയുടെ അക്കൗണ്ടിങ്ങുകൾ ഏതൊക്കെ രീതിയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്താണ് അക്കൗണ്ടിങ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ലാഭേതര സംഘടനയുടെ അക്കൗണ്ടിങ് രീതികളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ലാഭേതര സംഘടന എന്ന് പറഞ്ഞാൽ? ലാഭേതരം അല്ലേ? നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് സാമ്പത്തിക പ്രവർത്തനവും സാമ്പത്തികേതര പ്രവർത്തനവും. എന്താണ് സാമ്പത്തിക പ്രവർത്തനം എന്നാൽ? സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് സമ്പത്ത് മോഹിച്ചുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളാണെന്ത്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലേ? എന്നാൽ സാമ്പത്തികേതര പ്രവർത്തനങ്ങളോ സമ്പത്ത് മോഹിക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് അല്ലേ? ആഗ്രഹിക്കാതെ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തികേതര പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം അതേപോലെ തന്നെ ലാഭം മോഹിച്ചു കൊണ്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, ലാഭം പ്രതീക്ഷിക്കാതെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ലാഭം പ്രതീക്ഷിക്കാതെ അല്ലേ, എന്താണ്, നമുക്ക് ലാഭമല്ല, ലാഭത്തിന് പറിച്ച് എന്താണ്, സമൂഹത്തിന് സേവനങ്ങൾ നൽകുക അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സ്ഥാപനങ്ങളെയാണ് എന്തു പറയുന്നത്, ഈ ഒരു ലാഭേതര സംഘടനകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാഭേതര സംഘടനകൾ എന്താണ്, ലാഭത്തിന് വേണ്ടിയല്ലാതെ സമൂഹത്തിനോ സ്ഥാപനത്തിലെ അംഗങ്ങൾക്കോ എന്ത് നൽകാൻ വേണ്ടിയാണ്, സേവനങ്ങൾ നൽകാൻ വേണ്ടിയാണ് ഇത്തരം സംഘടനകൾ എന്നുള്ള രൂപം നൽകിയിട്ടുള്ളത്.
നമുക്ക് ചുറ്റുപാടും കുറേ സ്ഥാപനങ്ങളുണ്ട് അല്ലേ. ലാഭത്തിന് വേണ്ടി അല്ലാതെ കച്ചവടം എന്നല്ലാതെ തന്നെ എന്താണ് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകാൻ വേണ്ടി ധാരാളം സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെയാണവ? എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം അല്ലേ. ഏതൊക്കെയാണ്? ഒന്നാമതായി പറയുന്നത് നമുക്ക് ക്ലബ്ബുകളാണ് അല്ലേ. ക്ലബ്ബുകളുണ്ട്, അത് നമ്മുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുണ്ട്. അതൊന്നും കച്ചവട സ്ഥാപനങ്ങളല്ല അല്ലേ. പിന്നെ സ്കൂളുകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ദെൻ ഹോസ്പിറ്റലുകളുണ്ട്, ഒക്കെ ലാഭത്തിനേക്കാൾ കൂടുതൽ എന്താണ്, വെൽഫെയർ ആണ്, ക്ഷേമ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതുപോലെ നമ്മുടെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പാലിറ്റീവ് കെയർ ക്ലിനിക്കുകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ, ഇത്തരം സംരംഭങ്ങളൊക്കെ എന്തിനു ഉദാഹരണങ്ങളായിട്ട് മാറാം നമുക്ക്? ഈ തരത്തിലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ലാഭേതര സംഘടനകളുടെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് ലാഭേതര സംഘടന എന്ന സ്ഥാപനത്തെക്കുറിച്ച് അല്ലേ. ലാഭേതര സംഘടനയെക്കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ് ലാഭേതര സംഘടനകൾ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സിനെ കുറിച്ചാണ്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് റെക്കോർഡുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഒരു ലാഭേതര സംഘടന അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണ്. ഓക്കെ, ഒന്നാമത്തത് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, രണ്ടാമത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ആൻഡ് തേർഡ് വണ്ണായിട്ട് പറയുന്നത് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ 3 അക്കൗണ്ടിങ് റെക്കോർഡുകളാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ചെയ്യാനുള്ളത് അല്ലേ. ഒന്ന് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ആൻഡ് സെക്കൻഡ് വണ്ണായിട്ട് പറയുന്നത് ഏതാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ആൻഡ് തേർഡ് വണ്ണായിട്ട് ഏതാ പറയുന്നത്, ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, ഇനി അതിൽ ഒന്നാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു, റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണ് അല്ലേ. റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, അതായത് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പറഞ്ഞാൽ ഒരു വർഷത്തിലുണ്ടായിട്ടുള്ള, ഒരു സ്ഥാപനത്തിൽ ഒരു വർഷത്തിലുണ്ടായിട്ടുള്ള മുഴുവൻ റിസീപ്റ്റുകളും പേയ്മെൻറ്റുകളും അല്ലെ, വരവുകളും ചെലവുകളും എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, എഴുതി തയ്യാറാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു ക്യാഷ് ബുക്കിൻ്റെ സമ്മറിയാണ് എന്ത്, ഈ ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു സമ്മറിയാണെന്ന് ചുരുക്കി പറയാം. എന്തിൻ്റെയാണ്, ഒരു ക്യാഷ് ബുക്കിൻ്റെ സമ്മറിയാണ് എന്ത്, റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്തൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്, റിസീപ്റ്റുകളും പേയ്മെൻറ്റുകളും കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ റിസീപ്റ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യുകയും അതുപോലെ പേയ്മെൻറ്റുകളെല്ലാം എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് കോളത്തിലും എഴുതുന്നു. എല്ലാ റിസീപ്റ്റുകൾ റിസീപ്റ്റ് കോളത്തിലും എല്ലാ പേയ്മെൻറ്റ് കോളത്തിലുമാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പം അങ്ങനെ റിസീപ്റ്റും പേയ്മെൻറ്റും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ഓക്കെ, ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് ലഭിക്കും, ഓർ ക്യാഷ് ഇൻ ബാങ്ക് ആയിട്ടാണ് ലഭിക്കും, അല്ലെങ്കിലോ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റോ ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റിസൾട്ട് കിട്ടുക. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നത് ഒന്നുകിൽ ക്യാഷ് ഇൻ ഹാൻഡോ അല്ലെങ്കിൽ ക്യാഷ് ഇൻ ബാങ്കോ ആയിരിക്കാം, അല്ലെങ്കിലോ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റോ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഐറ്റങ്ങൾ അല്ലേ, പ്രധാനമായും 4 ഐറ്റങ്ങളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തരംതിരിച്ചിട്ടുള്ളത്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ 4 തരത്തിലുള്ള ഐറ്റങ്ങളാണ് ഉള്ളത്. ഒന്നാമത് പറയുന്നതാണ്, ഒന്നാമത്തെ ക്യാപിറ്റൽ റിസീപ്റ്റുകളാണ്. ഓക്കെ, ക്യാപിറ്റൽ റിസീപ്റ്റ്, റവന്യൂ റിസീപ്റ്റ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ്, അതുപോലെ റവന്യൂ പേയ്മെൻറ്റ്, ഇങ്ങനെ 4 ഐറ്റങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്നും കൂടി പറയാം അല്ലേ. എന്തൊക്കെയാണ്, ഒന്ന് ക്യാപിറ്റൽ റിസീപ്റ്റ്, റവന്യൂ റിസീപ്റ്റ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ്, റവന്യൂ പേയ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു 4 ഐറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് എന്നാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നാണ് എന്ത് തയ്യാറാക്കുന്നത്, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നത്.
അപ്പോൾ അതിൽ ഒന്നാമത്തെ ഐറ്റം എന്ന് പറഞ്ഞത് ഏതാണ്? ക്യാപിറ്റൽ റിസിപ്റ്റ് ആണ് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ റിസിപ്റ്റ് എവിടെയായിരിക്കും കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് എന്ത് കാണിക്കേണ്ടത്? ക്യാപിറ്റൽ റിസിപ്റ്റുകൾ കാണിക്കേണ്ടത്. അതുപോലെ റവന്യൂ റിസിപ്റ്റുകളുണ്ട്. റവന്യൂ റിസിപ്റ്റുകൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം കോളത്തിലാണ് റവന്യൂ റിസിപ്റ്റുകൾ എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്. അതേപോലെ തന്നെ ക്യാപിറ്റൽ പേയ്മെൻ്റ് ഉണ്ട് അല്ലേ? ക്യാപിറ്റൽ പേയ്മെൻറ്റ് എന്തിനു വേണ്ടിയാണ്? അസറ്റുകൾ വാങ്ങാൻ വേണ്ടി വരുന്ന ചിലവാണ് ക്യാപിറ്റൽ പേയ്മെൻറ്റുകൾ. അപ്പോൾ ക്യാപിറ്റൽ പേയ്മെൻറ്റുകൾ എവിടെയാണ് കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് കോളത്തിലാണ് കാണിക്കേണ്ടത്. ദെൻ അതുപോലെ അതിൻ്റെ മറ്റൊരു ഐറ്റം എന്തായി പറയുന്നത്? റവന്യൂ പേയ്മെൻറ്റുകളാണ്. സാധാരണ ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായി വരുന്ന ചെലവുകളാണ് എന്ത്? റവന്യൂ പേയ്മെൻറ്റുകൾ. സാലറി, റെൻറ്റ്, എക്സ്പെൻസ്, ട്രാവലിങ്, അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ വരുന്ന എക്സ്പെൻസുകളുണ്ട് അല്ലേ? അപ്പോൾ അത്തരം എക്സ്പെൻസുകൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ കോളത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്. അപ്പോൾ അസറ്റുകളൊക്കെ അസറ്റ് കോളത്തിലും ലാബിലിറ്റികളൊക്കെ ലാബിലിറ്റി കോളത്തിലും എക്സ്പെൻസുകളൊക്കെ എക്സ്പെൻഡിച്ചർ കോളത്തിലും ഇൻകംസൊക്കെ എവിടെയാണ്? ഇൻകം കോളത്തിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഒരു ക്യാപിറ്റൽ റിസിപ്റ്റുകൾ, ക്യാപിറ്റൽ പേയ്മെൻറ്റുകൾ എവിടെ കാണിക്കണം അല്ലേ? റവന്യൂ പേയ്മെൻറ്റുകൾ എവിടെ കാണിക്കണം, അതുപോലെ ക്യാപിറ്റൽ പേയ്മെൻറ്റുകൾ, റവന്യൂ പേയ്മെൻറ്റുകൾ, ഇതൊക്കെ എവിടെയാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഓരോ ഐറ്റങ്ങളും അല്ലേ, ഓരോ റിസിപ്റ്റുകളും ഓരോ പേയ്മെൻറ്റുകളും ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഒന്നാമത്തെ ഐറ്റമായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്? നമുക്ക് ക്യാപിറ്റൽ പേയ്മെൻറ്റുകളാണ്. ക്യാപിറ്റൽ റിസിപ്റ്റുകൾ. ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ഐറ്റം ക്യാപിറ്റൽ റിസിപ്റ്റുകളാണ്. അത് എവിടെയാണ് കാണിക്കേണ്ടത്? ക്യാപിറ്റൽ റിസിപ്റ്റുകൾ കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് എന്ത് കാണിക്കേണ്ടത്? ഈ ഒരു ക്യാപിറ്റൽ റിസിപ്റ്റുകൾ കാണിക്കേണ്ടത്. അതിൽ ഒന്നാമതായി പറയുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീസാണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് അല്ലേ? ആജീവനാന്ത അംഗത്വ ഫീസാണ്. രണ്ടാമത്തെ ഡൊണേഷനാണ്. സ്പെസിഫിക് ഡൊണേഷൻ, അതായത് എന്തെങ്കിലും പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഡൊണേഷനുകളാണ്, സംഭാവനകൾ. ഓക്കെ പിന്നെ നെക്സ്റ്റ് മൂന്നാമത് നോക്ക് ലെഗസിയാണ്. ലെഗസി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ സ്വത്തുവകകൾ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാണ്? തീരെ എഴുതി കൊടുക്കുന്നതിനെയാണ് എന്തായി പറയുന്നത്? ലെഗസി എന്ന് പറയുന്നത്. ഓക്കെ പിന്നെ അടുത്തത് സ്പെഷ്യൽ ഫണ്ടാണ്. സ്പെഷ്യൽ ഫണ്ട് ഏതെങ്കിലും പ്രത്യേക ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഫണ്ടുകളാണ്. പിന്നെ അതുപോലെ നോക്ക് എൻഡോമെന്റ് ഫണ്ട്. ഓക്കെ പിന്നെ അതുപോലെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഓക്കെ പിന്നെ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ സ്പെസിഫിക് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയവയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥാപനത്തിലേക്ക് ഒരിക്കലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ലഭിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതെന്തുമായി മാറുന്നത്? ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ അപ്പോൾ ഒന്നൊക്കെയായിരുന്നു ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ഡൊണേഷൻ, ലെഗസി, അതുപോലെ സ്പെസിഫിക് ഫണ്ട്, എൻഡോമെന്റ് ഫണ്ട് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ സ്പെസിഫിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഐറ്റങ്ങളാണ് ഇതിൽ കാണിക്കേണ്ടത്, നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഐറ്റം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് റവന്യൂ റിസീപ്റ്റുകളാണ്. റവന്യൂ റിസീപ്റ്റുകൾ അതായത് ഒരു ലാഭേതര സംഘടനയ്ക്ക് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ചു കൊണ്ടുവരുന്ന വരുമാന മാർഗങ്ങളാണ് അതിൽ വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമത് സബ്സ്ക്രിപ്ഷനാണ് അല്ലേ? വരിസംഖ്യയാണ്, മാസം മാസം കൊടുക്കുന്ന വരിസംഖ്യ. പിന്നെ രണ്ടാമതായി പറയുന്നത് നമുക്ക് എൻട്രൻസ് ഫീസാണ്, പ്രവേശന ഫീസാണ്. മൂന്നാമത് ജനറൽ ഡൊണേഷൻ, പൊതുവായി നൽകുന്ന ചെറിയ ചെറിയ സംഭാവനകളൊക്കെയാണ്. പിന്നെ അതുപോലെ റെന്റ് റിസീവ്ഡ്, വാടകയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന റെന്റാണ്. പിന്നെ അതുപോലെ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, പഴയ പത്രങ്ങളൊക്കെ വെക്കുമ്പോൾ ലഭിക്കുന്ന ക്യാഷാണ്. പിന്നെ അതുപോലെ എന്താ നമുക്ക് ഡിവിഡൻ്റ് ആണ്, ഡിവിഡൻ്റ് റിസീവ്ഡ്, ലോക്കർ റെന്റ് റിസീവ്ഡ് തുടങ്ങിയ കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? റവന്യൂ റിസീപ്റ്റിൽ വരുന്നത്. അപ്പോൾ ഈ റവന്യൂ റിസീപ്റ്റുകൾക്ക് എവിടെയാണ് കാണിക്കേണ്ടത്? നമ്മൾ അത്
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം കോളത്തിലാണ് എന്ത് കാണിക്കേണ്ടത്, ഈ ഒരു റവന്യൂ റിസീപ്റ്റുകൾ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നോക്ക്, മൂന്നാമത് വരുന്ന ഭാഗം അല്ലേ. മൂന്നാമത് ഏതാ വരുന്നത്? മൂന്നാമത് വരുന്ന ഭാഗം റവന്യൂ പേയ്മെൻറ്റുകളാണ്. അപ്പോൾ നമുക്ക് റവന്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന പേയ്മെൻറ്റുകളാണ് റവന്യൂ പേയ്മെൻറ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സാധാരണ ചിലവുകൾ തന്നെയാണ് പറയുന്നത്. എന്തൊക്കെയാണ്? സാലറി അല്ലെ, റെൻറ്റ് പെയ്ഡ്, ഇലക്ട്രിസിറ്റി, പോസ്റ്റേജ്, ഇൻഷുറൻസ്, ടെലിഫോണ്, എൻട്രൻസ് ഫീസ് അല്ലെ, എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ ഓഡിറ്റ് ഫീസ്, റിപ്പയർ, കൺവെൻസ് ചാർജ്, ന്യൂസ് പേപ്പർ, ഓഫീസ് എക്സ്പെൻസുകൾ, ഗാർഡനിങ്, സൺഡേ എക്സ്പെൻസുകൾ തുടങ്ങിയ എക്സ്പെൻസുകളാണ്. അതൊക്കെ നമ്മൾ ഇതിനു വേണ്ടിയാണ്, നമുക്ക് വരുമാനത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ചിലവുകളാണ് അല്ലേ. അപ്പോൾ അത്തരം ചിലവുകളാണ് റവന്യൂ പേയ്മെൻറ്റുകൾ. ആ റവന്യൂ പേയ്മെൻറ്റുകൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ കോളത്തിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് കൊണ്ടായിട്ട് പറയുന്നത് എന്താ, നമുക്ക് നാലാമത്തെ പേയ്മെൻറ്റ് ഏതാണ്? ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ ക്യാപിറ്റൽ റിസിപ്റ്റ് ആണെങ്കിൽ 1 or 2 തവണ വരുന്ന റിസിപ്റ്റാണ് ക്യാപിറ്റൽ റിസിപ്റ്റ്. 1 or 2 തവണ കൊടുക്കുകയാണെങ്കിൽ അതെന്തൊരു പേയ്മെൻ്റ് ആയിരിക്കും? ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. അതായത് ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ അസറ്റുകൾ വാങ്ങാൻ വേണ്ടി വരുന്ന ചിലവാണെന്ത്? ക്യാപിറ്റൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ക്യാപിറ്റൽ പേയ്മെൻറ്റുകളാണുള്ളത്? ഒന്ന് പർച്ചേസ് ഓഫ് ബിൽഡിങ്, പർച്ചേസ് ഓഫ് മിഷനറി, പർച്ചേസ് ഓഫ് ഫർണിച്ചർ, ലാൻഡ് തുടങ്ങിയ ഫിക്സഡ് അസറ്റുകളാണ് എന്ത്? ഈ ഒരു ക്യാപിറ്റൽ പേയ്മെൻറ്റുകളായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്യാപിറ്റൽ പേയ്മെൻറ്റുകളൊക്കെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് കോളത്തിലാണ് എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. അപ്പോൾ ഈ 4 ഐറ്റങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? തരംതിരിക്കാനുള്ളത്. ഈ ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ 4 ക്ലാസിഫിക്കേഷൻ തീരുകയാണ്.